നമസ്കാരം പ്രിയപ്പെട്ടവരെ, പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ശ്രീലങ്കയ്ക്കെതിരെ ഇനി മുതൽ ദിവസവും കള്ളവാർത്തകൾ പ്രചരിപ്പിക്കണമെന്ന് കേരള മാപ്ര അസോസിയേഷൻ യോഗം കൂടി തീരുമാനമെടുത്തു. അനുരാഗ് കുമാര ദിസനായകയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന്റെ തൊട്ടു പിന്നാലെയാണ് കേരള മാപ്ര യൂണിയൻ അസോസിയേഷൻ ഇങ്ങനെയൊരു തീരുമാനത്തിൽ എത്തിയത്. ശ്രീലങ്കയിലെ ജനങ്ങൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ അവിടെ വിൽക്കുന്നതിന്റെ ഇരട്ടി വില കാണിച്ച് പ്രചരിപ്പിക്കണമെന്നും അവിടുത്തെ ജനങ്ങളുടെ ജീവിതം വളരെ ദുസ്സഹമാണെന്നുള്ള രീതിയിലും വാർത്ത പ്രചരിപ്പിക്കണമെന്നും അഭിപ്രായങ്ങൾ ഉയർന്നു. പണ്ട് കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്കെതിരെ ഉപയോഗിച്ചിരുന്ന കള്ളവാർത്തകൾ വീണ്ടും പൊടിതട്ടിയെടുത്ത് എത്രത്തോളം വിപുലമായ രീതിയിൽ പ്രചരിപ്പിക്കാമോ അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കണമെന്നും യോഗത്തിൽ അഭിപ്രായങ്ങൾ ഉയർന്നു. ഏറ്റവും നല്ല നുണവാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ചാനലുകൾക്കും അവതാരകർക്കും മാസാമാസം അവാർഡുകളും അതുപോലെ തന്നെ അലവൻസും ഉണ്ടാകുമെന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടെ യോഗത്തിൽ അഭിപ്രായങ്ങൾ ഉണ്ടായതായും ഈ യോഗത്തിൽ ചർച്ച ചെയ്തു. മദ്യകുപ്പികളും കോഴിക്കാലുകളും സാക്ഷിയായ ഈ മാപ്ര യോഗത്തിൽ സ്മൃതി പരുത്തിക്കാടിന്റെ നാഗവല്ലിയെ വെല്ലുന്ന രീതിയിലുള്ള ഭാവാഭിനയവും വേണുവിന്റെ തോണ്ടിക്കളിയും വിനു വി ജോണിന്റെ പിതാവിനെ തിരക്കലും ആശ്മി താജിന്റെ ശ്രീകണ്ഠൻ കുണ്ടനല്ല എന്ന കഥയെ ആസ്പദമാക്കിയുള്ള കഥാപ്രസംഗവും ഉണ്ടായിരുന്നു. മറ്റൊരു വാർത്ത, ചൈനയ്ക്കെതിരെ ലീഗുകാർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന നുണവാർത്തകളായ ചൈനയിൽ പള്ളിയില്ല, നിസ്കാരമില്ല, ബാങ്ക് വിളിയില്ല, നോമ്പില്ല, സക്കാത്തില്ല എന്നൊക്കെയുള്ള കള്ളപ്രചരണങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നിലവാരമില്ലാത്ത നുണക്കഥകളായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴിതാ ശ്രീലങ്കയിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് തൊട്ടുശേഷം പാണക്കാട് കുടുംബം നേതൃത്വം കൊടുക്കുന്ന ലീഗ് നേതൃത്വം കോഴിക്കോട് ലീഗ് ഹൌസിൽ യോഗം ചേർന്ന് ആ നുണകളെല്ലാം ഇനി മുതൽ ശ്രീലങ്കയ്ക്കെതിരെ പ്രചരിപ്പിക്കണമെന്ന് അണികൾക്ക് നിർദ്ദേശം കൊടുത്തതായിട്ടുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇനി മുതൽ കമ്മ്യൂണിസ്റ്റ് ശ്രീലങ്കയ്ക്കെതിരെ കേരളത്തിലെ മാപ്രാകളും ലീഗുകാരും പടച്ചുവിടുന്ന പച്ച നുണകൾ എന്തൊക്കെയായിരിക്കുമെന്ന് കാത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ.